ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു സെൽ അഥവാ ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, സെൽ. രണ്ട് തരത്തിലുള്ള സെല്ലുകളാണ് പൊതുവെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നിന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും, ഇലക്ട്രോ കെമിക്കൽ സെൽ. ഓക്കെ, രണ്ടാമത്തേന് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വിളിക്കും. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും, ഇതാണ് രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താണ് സംഭവിക്കുക? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി, രാസോർജത്തെ വൈദ്യുതോർജാക്കി മാറ്റും, ഇലക്ട്രിക് എനർജിയാക്കി മാറ്റും ഇലക്ട്രോ കെമിക്കൽ സെൽസ്. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ലിന് നേരെ തിരിച്ചാണ് സംഭവിക്കുക. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും. വൈദ്യുത എനർജി രാസ എനർജി അല്ലെങ്കിൽ രാസോർജമായിട്ട് മാറും. വൈദ്യുതോർജം രാസോർജമായിട്ട് മാറും. എന്നാൽ ഇവിടെയാണെങ്കിലോ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നത്. ഇത് നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിക്കാം, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ സംഭവിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, എ ഗുഡ് എക്സാമ്പിൾ ഫോർ ഇലക്ട്രോകെമിക്കൽ സെൽ ഈസ് galvanic cell or voltaic cell. ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ്, ഒരു ലെഫ്റ്റ് ഹാൻഡ് പോർഷനും ഒരു റൈറ്റ് ഹാൻഡ് പോർഷനും. ഓക്കെ, നോക്കണം എന്തൊക്കെയാണുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് പോർഷൻ, അതുപോലെ തന്നെ ഒരു റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള രണ്ട് പോർഷൻസ് ആണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്തുണ്ടാവുക. ഇതിലെ ലെഫ്റ്റ് ഹാൻഡഡ് പോർഷനിൽ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ലൈൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. സിങ്ക് സൾഫേറ്റ് ലൈനാണ് ഈ ലെഫ്റ്റ് ഹാൻഡഡ് പോർട്ടിലുള്ളത്. എന്നാൽ റൈറ്റ് ഹാൻഡ് പോർട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കോപ്പർ സൾഫേറ്റിന്റെ ലൈനിയാണ്. ഓക്കെ, ഇനി ഈ സിങ്ക് സൾഫേറ്റിന്റെ ലൈനിയിലേക്ക് ഒരു സിങ്കിന്റെ റോഡ് ഇറക്കി വയ്ക്കുന്നു, ഒരു സിങ്കിന്റെ ഒരു ഇലക്ട്രോഡ്. ഇത് സിങ്കിന്റെ റോഡാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ അതേപോലെ തന്നെ ഒരു കോപ്പറിന്റെ റോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. സിങ്ക് സൾഫേറ്റ് എത്ര എടുത്തിട്ടുണ്ടോ അത്ര തന്നെയും കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ടോ, മീൻസ് ഇതിന്റെ വോളിയത്തിലൊന്നും എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഒന്നിൽ സിങ്ക് റോഡാണ്, മറ്റേതിൽ കോപ്പർ റോഡാണ്. ഇത് നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ബാറ്ററിയുടെ ഒരു നെഗറ്റീവ് ടെർമിനൽ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇപ്പുറം പോസിറ്റീവ് ടെർമിനലാണുള്ളത്. ആൻഡ് വോൾട്ട് മീറ്റർ, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അനുസരിച്ച് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി അനുസരിച്ച് സിങ്കിന് ക്രിയാശീലം കൂടുതലും കോപ്പറിന് ക്രിയാശീലം കുറവുമാണ്. അത് നമുക്കറിയാവുന്നതാണ്. സിങ്കിന് ക്രിയാശീലം കൂടുതലും കോപ്പറിന് ക്രിയാശീലം കുറവുമാണ്. ക്രിയാശീലം കൂടുതലുള്ള സിങ്കില് നടക്കുന്നത് ഓക്സീകരണമാണ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ്. ക്രിയാശീലം കുറവുള്ള കോപ്പറിൽ സംഭവിക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ്, സിങ്കിന് ക്രിയാശീലം കൂടുതലാണ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ നിൽക്കുന്നത് സിങ്ക് ആണ്. സോ ക്രിയാശീലം കൂടുതലാണ്, അതുകൊണ്ട് സിങ്കിൽ എന്താണ് നടക്കുക? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമാണ് നടക്കുക, അല്ലെ? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്. കോപ്പറിന് ക്രിയാശീലം കുറവാണ്, റിയാക്ടിവിറ്റി സീരീസിന് താഴെയാണ് കോപ്പർ ഉള്ളത്. അതുകൊണ്ട് കോപ്പറിൽ നടക്കുന്നത് നിരോക്സീകരണമാണ് അല്ലെങ്കിൽ റിഡക്ഷൻ ആണ്. അങ്ങനെ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാത്തോഡ്. ഓക്കെ, സോ ഇത് കാത്തോഡാണ്, ഇത് ആനോഡാണ്. ക്ലിയർ? ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും, കാത്തോഡിൽ എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. സോ ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് വർക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സൊല്യൂഷനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ആകൃതിയിലുള്ള ഒരു
സാൾട്ട് ബ്രിഡ്ജ് കൂടി കണക്ട് ചെയ്യണം. സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് വർക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സൊല്യൂഷനെ കണക്ട് ചെയ്യുന്ന ഒരു സാൾട്ട് ബ്രിഡ്ജ് കൂടി വേണം. ഇവിടെ എടുത്തിരിക്കുന്ന സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് KCl ഡിപ്പ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ പേപ്പറാണ്. KCl ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പർ, പൊട്ടാസ്യം ക്ലോറൈഡിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പറാണ് ഇവിടെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ സെറ്റപ്പായി. ഇനി ഇതിൽ എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നടക്കുക? നമുക്കറിയാം, ക്രിയാശീലം കൂടുതലുള്ള സിങ്ക് ആണ്, അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും, അതുകൊണ്ട് അതിനെ ആനോഡ് എന്ന് വിളിച്ചു. ക്രിയാശീലം കുറവുള്ളത് കോപ്പറാണ്, അവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുക, അതിനെ അത് നമ്മൾ കാത്തോഡ് എന്ന് വിളിച്ചു. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും? ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അല്ലെ? നെഗറ്റീവ് ചാർജ് ആണ്. കാത്തോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റിയാക്ഷൻസ് നോക്കാം. എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഇതിൽ സംഭവിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ആനോഡിലുള്ള റിയാക്ഷൻ നോക്കാം. എന്താണ് ആനോഡിൽ സംഭവിക്കുക? ആനോഡിൽ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക? സിങ്കിനാണ് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സിങ്കിനാണ് ക്രിയാശീലം കൂടുതൽ. സോ സിങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. അപ്പൊ സിങ്ക് എന്തായിട്ട് മാറും? Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ക്രിയാശീലം കൂടുതലാണ്, അതുകൊണ്ട് ആനോഡിലാണ് ഓക്സിഡേഷൻ സംഭവിക്കുക. സോ ആനോഡിലാണ് സിങ്ക് ഉള്ളത്. സിങ്കിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിച്ചു. സിങ്ക് എന്തായിട്ട് മാറായി? Zn2 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഇതാണ് സിങ്കിൽ സംഭവിക്കുക. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോണും ഉണ്ടായി, Zn2 പ്ലസ് ഉണ്ടായി. ഇനി എന്താ സംഭവിക്കുക? കാത്തോഡിൽ എന്ത് സംഭവിക്കും നോക്കി. കാത്തോഡിൽ സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. അവിടെ എന്താ സംഭവിക്കുക? Cu, കോപ്പർ സൾഫേറ്റിൽ Cu എങ്ങനെയാ ഉണ്ടാവുക? Cu2 പ്ലസും SO4 2 മൈനസും ആയിട്ടാണ് ഉണ്ടാവുക. സിങ്ക് സൾഫേറ്റിലോ Zn2 പ്ലസും SO4 2 മൈനസും ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ കാത്തോഡിൽ എന്താ സംഭവിക്കുക? Cu2 പ്ലസ് ആരെ റിസീവ് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആനോഡില് Zn2 പ്ലസും 2 ഇലക്ട്രോണും, കാത്തോഡില് Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് എന്തായി മാറി? Cu ആയിട്ട് മാറി. സോ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഒരു സൊല്യൂഷനിൽ എന്തുണ്ടായിരിക്കും? Zn2 പ്ലസ് ഉണ്ടായിരിക്കും, SO4 2 മൈനസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട്? 2 ഇലക്ട്രോൺസും ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഈ ഇലക്ട്രോൺസ് ഈ സൊല്യൂഷനിൽ അപ്പൊ എന്തൊക്കെ ഉണ്ടായിരിക്കും? Zn2 പ്ലസ് ഉണ്ടായിരിക്കും, SO4 2 മൈനസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എല്ലാം തന്നെ ഈ ആനോഡ്, നെഗറ്റീവ് ചാർജുള്ള ആനോഡിൽ നിന്ന് ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജുള്ള കാത്തോഡിലേക്ക് സഞ്ചരിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള ആനോഡിൽ നിന്ന് ഈ 2 ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജുള്ള കാത്തോഡിലേക്ക് സഞ്ചരിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ കറണ്ട് എപ്പോഴും ആനോഡിൽ നിന്ന് കാത്തോഡിലേക്കായിരിക്കും. സോ ഈ ഒരു സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ടാവും? സിങ്ക് ഉണ്ടായിരിക്കും, Zn2 പ്ലസ് ഉണ്ടായിരിക്കും, SO4 2 മൈനസ് ഉണ്ടാവും, 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ കാണുന്നത് എന്തൊക്കെയായിരിക്കും? Cu2 പ്ലസും SO4 2 മൈനസും ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ 2 ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് എവിടേക്ക് സഞ്ചരിക്കും? കാത്തോഡിലേക്ക് സഞ്ചരിക്കും. സോ ഈ 2 ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് സഞ്ചരിക്കും. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇലക്ട്രോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഇത് എവിടേക്ക് സഞ്ചരിക്കും? കാത്തോഡിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? ഇവിടെ Zn2 പ്ലസ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം Zn എന്തായിട്ട് മാറുന്നുണ്ട്? Zn2 പ്ലസും 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ 2 ഇലക്ട്രോൺസ് മുഴുവനായിട്ട് എവിടേക്ക് പോയിട്ടുണ്ട്? ഈ ഒരു കാത്തോഡിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ആര് ബാക്കിയുണ്ട്? Zn2 പ്ലസ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവിടെ Zn2 പ്ലസിന്റെ ഒരു അക്യുമുലേഷൻ അല്ലെങ്കിൽ Zn2 പ്ലസിന്റെ അളവ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ Cu2 പ്ലസ് എന്ത് സംഭവിക്കുന്നുണ്ട്? Cu2 പ്ലസ് 2 ഇലക്ട്രോണുമായി ചേർന്ന് എന്തായിട്ട് മാറുന്നുണ്ട്? Cu ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ ആര് ബാക്കി നിൽക്കുന്നുണ്ട്? SO4 2 മൈനസ് ബാക്കി നിൽക്കുന്നുണ്ട്. സോ ഇവിടെ Zn2 പ്ലസിന്റെ അളവ് കൂടുന്നത് പോലെ തന്നെ ഇവിടെ ആരുടെ അളവ് കൂടും? SO4 2 മൈനസിന്റെ അളവ് കൂടും. അപ്പൊ Zn2 പ്ലസിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? പിന്നീട് ഈ സിങ്ക് റോഡിന് ഓക്സിഡേഷൻ സംഭവിക്കാത്തൊരവസ്ഥയാവും, അല്ലെ? ഓൾറെഡി ഇവിടെ Zn2 പ്ലസ് കുറയുണ്ട്. അപ്പൊ സിങ്ക് റോഡ് എന്ത് വിചാരിക്കും? പിന്നെയും ഞാൻ എന്തിനാണ് ഇങ്ങനെ Zn2 പ്ലസിന് ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും? ഓക്സിഡേഷൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആരും ഉണ്ടാവില്ല? Zn2 പ്ലസ് ഉണ്ടാവില്ല. Zn2 പ്ലസ് ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല.
2 ഇലക്ട്രോൺസും ഉണ്ടാവില്ല. 2 ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ നടക്കുവോ? കറണ്ട് കിട്ടുവോ? കിട്ടില്ല. അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഫംഗ്ഷൻ എന്തായിപ്പോ? സ്റ്റോപ്പ് ആയിപ്പോ. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുക. SO4ന്റെ അളവ് ഇങ്ങനെ കൂടി 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 വന്നാൽ എന്താ സംഭവിക്കുക? പിന്നെ Cu2+ എന്ത് വിചാരിക്കും? ഇനി ഞാൻ ഇലക്ട്രോണിനെ സ്വീകരിക്കേണ്ട, ഓൾറെഡി ഇവിടെ ആര് കൂടുതലാണ്? SO4 2- കൂടുതലാണ്. സോ ഈ ഒരു കേസിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഫംഗ്ഷൻ എന്തായി പോകും? സ്റ്റോപ്പായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്താൽ എന്താ ഗുണം? സാൾട്ട് ബ്രിഡ്ജിൽ ആരൊക്കെയുണ്ട്? K+ ഉണ്ട്, Cl- ഉണ്ട് അല്ലെ? K+ ഉണ്ട്, ആരുണ്ട്? Cl- ഉണ്ട്. സോ ഇവിടെ Zn2+ന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആര് കുറയ്ക്കും? ഈ Cl- കുറയ്ക്കും. Zn2+ന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഇവിടെയുള്ള Cl- എന്ത് ചെയ്യും? അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഇവിടെ SO4 2- അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആര് കോമ്പൻസേറ്റ് ചെയ്യും? K+ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ. സോ സാൾട്ട് ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് ഈ രണ്ട് സൈഡിലുമുള്ള ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അവിടെ എന്താ സംഭവിക്കുക? K+ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? SO4 2- ആയിട്ട് റിയാക്ട് ചെയ്തത് അതിനെ ന്യൂട്രൽ ആക്കും. ഇവിടെ Zn2+ കൂടുന്ന സമയത്ത് അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? Cl- ആയിട്ട് റിയാക്ട് ചെയ്ത് അതിനെ അവിടെ എന്താക്കും? ന്യൂട്രൽ ആക്കി മാറ്റും. സോ ഇങ്ങനെ ന്യൂട്രൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അയോണുകളുടെ എക്സ്ചേഞ്ച് നടത്താനും ആര് സഹായിക്കും? സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കില്ല. ഈ Zn2+ ഈ ഒരു സാൾട്ട് ബ്രിഡ്ജിലൂടെ ആയിരിക്കും അപ്പുറത്തേക്ക് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇവിടുന്ന് SO4 2- ഈ സാൾട്ട് ബ്രിഡ്ജിലൂടെ ആയിരിക്കും ഇവിടേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ. ഇലക്ട്രോൺ മാത്രമേ ആര് വഴി പോവുള്ളൂ? ആനോഡ് നിന്ന് കാത്തോഡിലേക്ക് പോകുള്ളൂ. ബാക്കിയുള്ള ഈ അയോൺസ് എല്ലാം സാൾട്ട് ബ്രിഡ്ജ് വഴിയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ അയോണുകൾ സാൾട്ട് ബ്രിഡ്ജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാൾട്ട് ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതിനാണ് ആര് സഹായിക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നത്. സോ ഇത്രയുമാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പ്രധാന ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് സെല്ലാണ് ഇലക്ട്രിലിറ്റിക് സെൽ എന്ന് പറയുന്നത്, അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഇലക്ട്രിലിറ്റിക് സെല്ലിന്റെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്താണ് സംഭവിക്കുക? വൈദ്യുതോർജ്ജത്തെയാണ് എന്താക്കി മാറ്റുന്നത്? രാസോർജ്ജമാക്കി മാറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇലക്ട്രിലിറ്റിക് സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനിയായിരിക്കുന്ന സമയത്തോ വൈദ്യുതി കടത്തിവിടുകയും വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളാണ്. ഓക്കെ, നമുക്കത് എങ്ങനെയാ നോക്കാം. സോ ഇവിടെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ ഇലക്ട്രോലൈറ്റ് ആണ് ഫില്ല് ചെയ്യുക. ഓക്കെ അല്ലേ? ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യുന്നു. ഇത് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇലക്ട്രോലൈറ്റ്. അപ്പൊ എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിന് വൈദ്യുതി കടത്തിവിടാൻ സാധിക്കും. മാത്രമല്ല വൈദ്യുതി ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിന് എന്ത് സംഭവിക്കും? രാസമാറ്റവും സംഭവിക്കും. അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനിയായിരിക്കുമ്പോഴോ മോൾട്ടൻ സ്റ്റേജിലോ അക്വസ് സ്റ്റേജിലോ വൈദ്യുതി കടത്തിവിടുകയും വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് രാസമാറ്റം നടക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഉദാഹരണമാണ് ആസിഡ്, ആൽക്കലി, ലവണങ്ങൾ അല്ലെങ്കിൽ സാൾട്ട് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. ഈ ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോഴാണ് ഇലക്ട്രോലൈറ്റിന് എന്ത് സംഭവിക്കുക? രാസമാറ്റം സംഭവിക്കും. ആ രാസമാറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയും, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. ഇത് രണ്ടും നടക്കുന്ന സെല്ലുകളാണ് ഇലക്ട്രോലൈറ്റിക് സെൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെല്ല് നമുക്ക് എന്ത് വെക്കാം? ഒരു ആനോഡും ഉണ്ടായിരിക്കും, ഒരു കാഥോഡും ഉണ്ടായിരിക്കും. സോ ഇത് രണ്ടും നമ്മൾ എന്താ ചെയ്യുക? ഈ ഇലക്ട്രോലൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ രണ്ടും ഡിപ്പ് ചെയ്യും. എന്തൊക്കെ ഡിപ്പ് ചെയ്യും? ഒരു ആനോഡ് ഡിപ്പ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ഡിപ്പ് ചെയ്യും? ഒരു കാഥോഡ് ഡിപ്പ് ചെയ്യും. ഓക്കെ, ഒരു ആനോഡും കാഥോഡും ഒരേ ഇലക്ട്രോലൈറ്റ് ഡിപ്പ്. അതുകൊണ്ട് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല? സാൾട്ട് ബ്രിഡ്ജിന്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ച് ഇതിനെ കണക്ട് ചെയ്യാണ്. സോ ബാറ്ററി ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ പറഞ്ഞു ആനോഡിലെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, ആനോഡിന്റെ ചാർജ് ഉണ്ട്, പോസിറ്റീവ് ആണ്. കാഥോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഇവിടെ ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലില് സംഭവിക്കുന്നത്. ആനോഡിൽ സംഭവിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്കറിയാം. ആനോഡിൽ എന്ത് പ്രവർത്തനമാണ് സംഭവിക്കുക? ആനോഡിൽ സംഭവിക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. കാഥോഡിൽ സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. സോ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് സംഭവിക്കുക.
ഇനി നോക്കി ഇവിടെ ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് എക്സാമ്പിൾ, ഇവിടെ ഇലക്ട്രോലൈറ്റ് ആക്കി എടുത്തിട്ടുള്ളത് ഒരു മോൾട്ടൺ NaCl ആണെന്ന് വിചാരിക്കാം. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥയിലുള്ള NaCl ആണ് നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തതെന്ന് സങ്കല്പിക്കാം. ഉരുകിയ അവസ്ഥയിലുള്ള NaCl ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉരുകിയ അവസ്ഥയിലുള്ള NaCl എന്തൊക്കെ ഉണ്ടായിരിക്കും? Na+ അയോൺ ഉണ്ടായിരിക്കും, Cl- അയോൺ ഉണ്ടായിരിക്കും അല്ലെ. ഉരുകിയ അവസ്ഥയിലുള്ള NaCl ഏതൊക്കെ അയോൺ ഉണ്ട്? Na+ അയോണും Cl- അയോണും ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ് എന്ന് വിളിക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള അയോണിനെ എന്ത് വിളിക്കും? കാറ്റയോൺസ് എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജുള്ള അയോൺസ് നമ്മൾ എന്ത് വിളിക്കും? ആനയോൺസ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? സോ ഉരുകിയ അവസ്ഥയിലുള്ള NaCl എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് ചാർജുള്ള Na+ എന്ന് പറയുന്ന കാറ്റയോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ആനയോൺസ് ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കാറ്റയോൺസും നെഗറ്റീവ് ചാർജുള്ള അയോൺസിന് എന്ത് വിളിക്കും? ആനയോൺസ് എന്ന് വിളിക്കും. സോ ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? Na+ ഉണ്ട്, Cl- ഉണ്ട്. ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? Na+ എന്ന് പറയുന്ന കാറ്റയോൺസ് ആരുടെ അടുത്തേക്കാണ് പോവുക? ആനോഡിക്കാണോ കാത്തോഡിക്കാണോ പോവുക? Na+ ചാർജ് പോസിറ്റീവ് ആണ്, അത് എവിടേക്കാണ് പോവാം? കാത്തോഡിലേക്ക് പോകും. സോ കാത്തോഡിലേക്കാണ് ആര് വരുന്നത്? Na+ വരുന്നത്. അല്ലെങ്കിൽ കാറ്റയോൺസ് വരുന്നത് എവിടേക്കാണ്? Na+ കാറ്റയോൺസ് അത് എവിടേക്ക് പോകും? കാത്തോഡിലേക്ക് പോകും. ഇനി Cl- എന്താണ്? ആനയോൺസ് ആണ്. ആനയോൺസ് എവിടേക്കാണ് പോവാ? പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിലേക്ക് പോകും. സോ ആനോഡിലേക്ക് ആരാണ് വരുന്നത്? Cl- ആണ്. എന്താണ് Cl-? ആനയോൺസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് അവിടെ നടക്കുക? രാസപ്രവർത്തനം. ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ്. കാത്തോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ ആണ്. സോ ഇവിടെ എങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുക? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുക. സോ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്മൾ എങ്ങനെ എഴുതും? 2 Cl-. ഓക്കെ, 2 Cl- gives Cl2 പ്ലസ് 2 Cl- Cl2 ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതാണ് എവിടെ സംഭവിക്കുക? ആനോഡിൽ സംഭവിക്കുക. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്കെ, ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും. Cl- Cl2 എന്ന് പറയുന്ന ക്ലോറിൻ ഉണ്ടാകും, 2 ഇലക്ട്രോൺസ് ഉണ്ടാകും. സോ ആനോഡിൽ ഉണ്ടാകുന്ന ഗ്യാസ് അത് ഏതായിരിക്കും? ഫ്ലോറിൻ എന്ന് പറയുന്ന ഗ്യാസ് ആണ് എവിടെ ഉണ്ടാവുക? ആനോഡിൽ ഉണ്ടാവുക. സോ ആനോഡിൽ എന്ത് ഫോം ചെയ്യും? Cl2 ഗ്യാസ് ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? ആനോഡിൽ. സോ ആനോഡിലേക്ക് ആനയോൺസ് ആയിട്ടുള്ള Cl- ആണ് വരിക. ആനോഡ് ആയതുകൊണ്ട് അവിടെ എന്ത് നടക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. ആ ഓക്സിഡേഷൻ ഇക്വേഷൻ ആണിത്. 2 Cl- എന്ത് തരും? Cl2 പ്ലസ് 2 ഇലക്ട്രോൺ ഓക്സിഡേഷൻ സംഭവിച്ചു. സോ ആനോഡിൽ ഏത് ഗ്യാസ് ഉണ്ടായി? ക്ലോറിൻ ഗ്യാസ് ഉണ്ടായി. ഇനി കാത്തോഡിൽ എന്താണ് സംഭവിക്കുക? കാത്തോഡിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഓക്സിഡേഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? Na+ എത്ര ഇലക്ട്രോൺ സ്വീകരിക്കും? ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എത്ര സ്വീകരിക്കും? 2 ഇലക്ട്രോൺ സ്വീകരിക്കും. അപ്പൊ എത്ര വേണം? 2 Na+, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? 2 Na ആയിട്ട് മാറി. ഇതാണ് എന്ത്? റിഡക്ഷൻ. സോ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടായി, കാഥോഡിൽ എന്താ ഉണ്ടായത്? Na ആറ്റം അല്ലെ, സോഡിയത്തിന്റെ ആറ്റം ആണ് എവിടെ ഉണ്ടായത്? കാഥോഡിൽ ഉണ്ടായത്. സോ ഇതാണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് മോൾട്ടൺ NaCl ആണെങ്കിൽ, ഓക്കെ, മോൾട്ടൺ NaCl, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതിലെന്താ സംഭവിച്ചത്? ഉരുകിയ അവസ്ഥയിലുള്ള NaCl ആണെങ്കിൽ ആനോഡിൽ എന്താണ് ഉണ്ടാകുന്നത്? ക്ലോറിൻ ഗ്യാസ് ആണ് ഉണ്ടാവുക. കാത്തോഡിൽ ഉണ്ടാകുന്നത് സോഡിയം ആറ്റമാണ് അല്ലെ. ഉരുകിയ അവസ്ഥയിലുള്ള NaCl ആണ് ഇലക്ട്രോലൈറ്റ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനോഡില് ഓക്സിഡേഷൻ നടന്ന് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, കാത്തോഡില് റിഡക്ഷൻ നടന്ന് സോഡിയം ആറ്റം ഉണ്ടാകും. ഇനി നമ്മൾ സൊല്യൂഷൻ എടുത്താലോ? NaCl സൊല്യൂഷൻ, aqueous സൊല്യൂഷൻ ഓഫ് NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ ലായനി എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ ഉരുകിയ അവസ്ഥയിലുള്ള NaCl എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ
ഉരുകിയ അവസ്ഥയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? Na+ എന്ന് പറയുന്ന കാറ്റയോണും Cl- എന്ന് പറയുന്ന ആനയോണുമാണ്. എന്നാൽ NaCl ന്റെ സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? Na+ ഉണ്ടായിരിക്കും, Cl- ഉണ്ടായിരിക്കും. സൊല്യൂഷൻ ആയതുകൊണ്ട് വാട്ടർ ഉണ്ടാവും അല്ലെ, H2O ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ OH- ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈഡ്രോണിയം അയോൺ H3O+ ഉണ്ടായിരിക്കും. സോ ഇത്രയും അയോണുകൾ എവിടെയുണ്ട്? സൊല്യൂഷൻ ഓഫ് NaCl അല്ലെ. NaCl ന്റെ സൊല്യൂഷനിൽ ഇത്രയും അയോൺസ്. ഇതിൽ കാറ്റയോൺസ് ആരൊക്കെയാണ്? കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. ഇതിൽ ഏതൊക്കെയാണ് കാറ്റയോൺസ് ഉള്ളത്? Na+ ഉണ്ട്, H3O+ ഉണ്ട്. ഓക്കെ. ആനയോൺസ് ആയിരിക്കും നെഗറ്റീവ് ചാർജ് ഏതൊക്കെയാണ്? Cl- അതുപോലെ തന്നെ OH-. എങ്ങനെയുള്ളത്? അങ്ങനെയാണെങ്കിൽ ആനോഡ് എന്തായിരുന്നു? ആനോഡിന്റെ ചാർജ്, ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ ആനോഡിലേക്ക് വരുന്ന അയോൺസ് ആരൊക്കെയായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള Cl- OH- എവിടേക്ക് വരും? ആനോഡിലേക്ക് വരും. ഇനി കാത്തോഡാണെങ്കിലോ, കാത്തോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ. സോ നെഗറ്റീവ് ചാർജുള്ള കാത്തോഡിലേക്ക് ആരാ വരികയാണ്? കാറ്റയോൺസ് ആണ് വരിക. ആരൊക്കെയാണ് വരിക? Na+ വരും, H3O+ വരും അല്ലെ. ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. കാത്തോഡിൽ എന്താണ് സംഭവിക്കുക? റിഡക്ഷൻ. സോ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആർക്കൊക്കെ ഓക്സിഡേഷൻ സംഭവിക്കും? Cl- ഓക്സിഡേഷൻ സംഭവിക്കും, OH- ഓക്സിഡേഷൻ സംഭവിക്കും. പക്ഷെ ഇവിടെ ഓക്സിഡേഷന്റെ പവർ ആർക്കാണ് കൂടുതൽ? Cl- കൂടുതൽ. അതുകൊണ്ട് ആരുടെ ഓക്സിഡേഷൻ നടക്കുക? Cl-. അപ്പൊ എങ്ങനെ നടക്കുക? 2 Cl- എന്ത് സംഭവിക്കും? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, അതുപോലെ തന്നെ 2 ഇലക്ട്രോൺസ് ഉണ്ടാകും. ഇതാണ് എവിടെ സംഭവിക്കുക? ആനോഡിൽ സംഭവിക്കും. സോ സൊല്യൂഷൻ ആണെങ്കിലും ആനോഡിൽ എന്ത് സംഭവിക്കും? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. ഇനി കാത്തോഡിൽ എന്താണ് സംഭവിക്കുക? റിഡക്ഷൻ ആണ് സംഭവിക്കും. ആർക്കൊക്കെ റിഡക്ഷൻ സംഭവിക്കും? Na+ സംഭവിക്കും, H3O+ സംഭവിക്കും. പക്ഷെ ഇവരുടെ റിഡക്ഷൻ കഴിവ് നോക്കിയാല് Na+നേക്കാളും ഹൈഡ്രോണിയം അയോണിനേക്കാളും റിഡക്ഷൻ പവർ കൂടുതൽ ആർക്കാണ്? വാട്ടറിനാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കാ റിഡക്ഷൻ സംഭവിക്കുക? വാട്ടറിനാണ് റിഡക്ഷൻ സംഭവിക്കുക. വാട്ടറിന് റിഡക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക. ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ഫോംഡ്. സോ ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നതായിട്ടാണ് H2O ഒക്കെയാണ്, വാട്ടറിനാണ്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. സോ മോൾട്ടൻ NaCl ആണെങ്കിൽ, ഉരുകിയ NaCl ആണ് ഇലക്ട്രോലൈറ്റ് എങ്കിൽ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, കാത്തോഡിൽ സോഡിയം ആറ്റം ഉണ്ടാകും. ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും, കാത്തോഡിൽ റിഡക്ഷൻ സംഭവിക്കും. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സൊല്യൂഷൻ ഓഫ് NaCl ആണെങ്കിൽ, അല്ലെങ്കിൽ NaClന്റെ ലായനിയാണെങ്കിൽ അവിടെ ആനോഡിൽ എന്താണ് സംഭവിക്കുക? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, ഓക്സിഡേഷൻ സംഭവിക്കും. കാത്തോഡിൽ എന്താ സംഭവിക്കുക? റിഡക്ഷൻ ആണ് സംഭവിക്കുക. പക്ഷെ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. കാരണം Na+നേക്കാളും H3O+നേക്കാളും റിഡക്ഷൻ കഴിവ് കൂടുതൽ ആർക്കാണ്? H2O ആണ്. ക്ലിയർ? സോ ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. NaCl ഉരുകിയ അവസ്ഥയിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അതുപോലെ തന്നെ NaClന്റെ ലായനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഈ വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? ഒന്നാമത്തെ ഉപയോഗമാണ് മെറ്റൽ പ്രൊഡക്ഷൻ. ലോഹങ്ങളുടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രോലൈസിസ് ആണ് ഉപയോഗിക്കുക. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളെയൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നോൺ മെറ്റൽ പ്രൊഡക്ഷൻ, നോൺ മെറ്റൽ ആയിട്ടുള്ള അലോഹങ്ങളായിട്ടുള്ള കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെയൊക്കെ നിർമ്മാണത്തിനായിട്ട് ഇലക്ട്രോലൈസിസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോമ്പൗണ്ട്സ് പ്രിപ്പറേഷൻ, സംയുക്തങ്ങളുടെ നിർമ്മാണം, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങളെ നിർമ്മിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിഫൈനിങ് ഓഫ് മെറ്റൽസ്, ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന്, സ്വർണത്തിന്റെയൊക്കെ
ശുദ്ധീകരണത്തിന് നമ്മൾ മെറ്റൽ എനർജി എന്ന് പറയുന്ന 4th ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കും. എങ്ങനെയാണ് ലോഹങ്ങളെ ശുദ്ധീകരിക്കുക. അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്, അതായത് ഒരു ലോഹത്തിന് ചുറ്റും മറ്റൊരു ലോഹത്തിന്റെ ആവരണം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോപ്ലേറ്റിംഗിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇലക്ട്രോലൈസിസ് അഥവാ ഈ വൈദ്യുത വിശ്ലേഷണം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു, വൈദ്യുത വിശ്ലേഷണം വഴി അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് വഴി ഒരു ലോഹത്തിന് ചുറ്റും മറ്റൊരു ലോഹത്തിന്റെ നേർത്ത ആവരണം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് അത് നടത്തുക എന്ന് നോക്കാം. ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു പോട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കോപ്പർ സൾഫേറ്റ് എടുക്കാണ്. കോപ്പർ സൾഫേറ്റ് ലൈൻ എടുത്തു. സോ എന്റെ കയ്യിൽ കോപ്പറിന്റെ ഒരു റോഡുണ്ട്. തൊട്ടപ്പുറമായിട്ട് എന്റെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ വളയുണ്ട്. അയൺ റിംഗ് ആണ്, ഒരു ഇരുമ്പിന്റെ വളയുണ്ട്. ഓക്കെ, സോ എനിക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി എന്താണ് ചെയ്യേണ്ടത്, എന്റെ കയ്യിലുള്ള ഇരുമ്പ് വള അല്ലെങ്കിൽ അയൺ റിംഗ്, ഈ ഇരുമ്പ് വളയ്ക്ക് ചുറ്റും എനിക്ക് എന്തിന്റെ ആവരണം ഉണ്ടാക്കണം, കോപ്പറിന്റെ ആവരണം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ ഇരുമ്പിന് ചുറ്റും എനിക്ക് എന്ത് പൂശണം, ചെമ്പ് പൂശണം. എനിക്ക് ഇരുമ്പ് വളയുടെ ചുറ്റുമാണ് എന്ത് പൂശേണ്ടത്, ചെമ്പ് പൂശേണ്ടത്. അതുകൊണ്ട് ഇരുമ്പ് വളയെ ഞാൻ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. അതുകൊണ്ട് ഇരുമ്പ് വളയുടെ ഭാഗം ഏതായിരിക്കും, കാത്തോഡായിരിക്കും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പർ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തത്, പോസിറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്തത്. അതുകൊണ്ട് കോപ്പർ എന്തായിരിക്കും, ആനോഡായിരിക്കും. സോ ഇരുമ്പിന്റെ റിങ് കാത്തോഡ് ഭാഗത്തും അല്ലെങ്കിൽ കാത്തോഡായിട്ടാണ് വർക്ക് ചെയ്യുക, കാരണം നെഗറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. എന്നാൽ കോപ്പറിന്റെ റോഡ് എന്ന് പറയുന്നത് ആനോഡായിട്ടാണ് വർക്ക് ചെയ്യുക, കാരണം അവിടെ പോസിറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഏത് ലോഹമാണോ എനിക്ക് പൂശേണ്ടത് അതിന്റെ മിശ്രിതമാണ് എടുത്തിട്ടുള്ളത് ഇലക്ട്രോലൈറ്റ് ആയിട്ട്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഏതാണ്, കോപ്പർ സൾഫേറ്റ് ആണ്. സോ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഏത് ലോഹമാണോ പൂശേണ്ടത് അത് ആനോഡായിട്ട് എടുക്കുന്നു അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. പൂശേണ്ട ലോഹത്തിന്റെ മിശ്രിതമാണ് ഇലക്ട്രോലൈറ്റ്, കോപ്പർ സൾഫേറ്റ്. ഇനി ഏത് ലോഹത്തിലേക്കാണോ അത് പൂശേണ്ടത് അതിനെ കാത്തോഡായിട്ട് എടുക്കുക, അതായത് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി എന്താ സംഭവിക്കുക നമുക്കറിയാം, ആനോഡ് ആയതുകൊണ്ട് ഇവിടെ എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം നടക്കും. കാത്തോഡ് ആയതുകൊണ്ട് ഇവിടെ നടക്കുന്ന എന്താണ്, റിഡക്ഷൻ ആണ്, നിരോക്സീകരണമാണ് നടക്കുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, കോപ്പർ സൾഫേറ്റ് വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, Cu2+ SO4 ആയിട്ട് മാറും അല്ലെ. ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്, അത് വിഘടിച്ചിട്ട് എന്ത് സംഭവിക്കും, Cu2+ SO4 ആയിട്ട് മാറും. ഈ Cu2+ എവിടേക്ക് ആകർഷിക്കും, കാത്തോഡിലേക്ക് ആകർഷിക്കും അല്ലെ. കാത്തോഡിലെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. Cu2+ന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. സോ Cu2+ എന്താണ്, കാറ്റയോൺസ് ആണ്. പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ്. അവർ എവിടേക്ക് പോകും, നെഗറ്റീവ് ചാർജിലേക്ക് പോകും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഏതാണ്, കാത്തോഡാണ്. സോ Cu2+ എവിടേക്ക് പോകും, കാത്തോഡിലേക്ക് പോകും. കാത്തോഡിൽ പോയി കഴിഞ്ഞാൽ Cu2+ എന്ത് സംഭവിക്കും, റിഡക്ഷൻ സംഭവിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും, 2 ഇലക്ട്രോണുമായി കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യും, Cu ഫോം ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ആനോഡിൽ എന്താണ് സംഭവിക്കുക, ആനോഡിൽ എന്ത് സംഭവിക്കും, ആനോഡിൽ എന്താണുള്ളത്, കോപ്പറിന്റെ റോഡിലെ അവിടെ എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ സംഭവിക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, Cu2+ഉം 2 ഇലക്ട്രോൺസും ഫോം ചെയ്യും. ആ 2 ഇലക്ട്രോൺസിനാണ് ആര് സ്വീകരിക്കുന്നത്, കാത്തോഡ് സ്വീകരിക്കുന്നത്. സോ ആനോഡിൽ ഓക്സിഡേഷനും കാത്തോഡിൽ റിഡക്ഷനും സംഭവിക്കും. ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ അവസാനം എന്താ സംഭവിക്കുക, ഈ ഇരുമ്പ് വളയ്ക്ക് ചുറ്റും ആര് കൂടിച്ചേരും, കോപ്പർ കൂടിച്ചേരും. അപ്പോ ഈ ഇരുമ്പിന്റെ ചുറ്റും എന്ത് വരും, കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഒരു ആവരണം വരും. ഇങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന രീതി നടക്കുന്നത്.